ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വായനാ ദിന ക്വിസ്. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം. പരിസ്ഥിതി പ്രവർത്തകയായ പ്രശസ്ത മലയാള കവയിത്രി ആരാണ്? പരിസ്ഥിതി പ്രവർത്തകയായ പ്രശസ്ത മലയാള കവയിത്രി ആരാണ്? ഉത്തരം സുഗതകുമാരി. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം AR രാജരാജവർമ്മ. മലയാളവും സംസ്കൃതവും കലർന്ന മിശ്ര സാഹിത്യ ഭാഷയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം മലയാളവും സംസ്കൃതവും കലർന്ന മിശ്ര സാഹിത്യ ഭാഷയ്ക്ക് പറയുന്ന പേരാണ് മണിപ്രവാളം. പഞ്ചതന്ത്രം കഥകൾ രചിച്ചത് ആരാണ്? പഞ്ചതന്ത്രം കഥകൾ രചിച്ചത് ആരാണ്? ഉത്തരം വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്രം കഥകൾ രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. നാലുകെട്ട്, മഞ്ഞ് എന്നീ നോവലുകൾ എഴുതിയത് ആരാണ്? നാലുകെട്ട്, മഞ്ഞ് എന്നീ നോവലുകൾ എഴുതിയത് ആരാണ്? ഉത്തരം MT വാസുദേവൻ നായർ. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ചെറുതുരുത്തി. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ആരാണ്? ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ആരാണ്? ഉത്തരം ഇരയിമ്മൻ തമ്പി. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. 18 കവികളിലെ അരക്കവി ആരാണ്? 18 കവികളിലെ അരക്കവി ആരാണ്? ഉത്തരം പുനൻ നമ്പൂതിരിയാണ് 18 കവികളിലെ അരക്കവി. ബാലമുരളി എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയത് ആരാണ്? ബാലമുരളി എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയത് ആരാണ്? ഉത്തരം ONV കുറിപ്പാണ് ബാലമുരളി എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയത്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണിത്? വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണിത്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണിത്. മലയാളത്തിന്റെ വിപ്ലവ കവി എന്ന് അറിയപ്പെടുന്ന കവി ആരാണ്? മലയാളത്തിന്റെ വിപ്ലവ കവി എന്ന് അറിയപ്പെടുന്ന കവി ആരാണ്? ഉത്തരം വയലാർ രാമവർമ്മയാണ് മലയാളത്തിന്റെ വിപ്ലവ കവി എന്ന് അറിയപ്പെടുന്നത്. ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ രചനയാണ്? ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ രചനയാണ്? ഉത്തരം OV വിജയന്റെ രചനയാണ് ഖസാക്കിന്റെ ഇതിഹാസം. മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം നേടിയ കവി ആരാണ്? മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം നേടിയ കവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. ഏത് വർഷമാണ് SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ഏത് വർഷമാണ് SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം 1980. ഭഗവത്ഗീത ഏത് കൃതിയുടെ ഭാഗമാണ്? ഭഗവത്ഗീത ഏത് കൃതിയുടെ ഭാഗമാണ്? ഉത്തരം മഹാഭാരതത്തിന്റെ ഭാഗമാണ് ഭഗവത്ഗീത. SK പൊറ്റക്കാടിന്റെ ഏത് കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്?
എസ്.കെ. പൊറ്റക്കാടിന്റെ ഏത് കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്ക്. മലയാളത്തിന്റെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാളത്തിന്റെ ജനകീയ കവി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാരാണ് മലയാളത്തിന്റെ ജനകീയ കവി എന്ന് അറിയപ്പെടുന്നത്. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രമെന്ന് വിശേഷിപ്പിച്ചത്. പ്രസിദ്ധീകരണം തുടരുന്ന കേരളത്തിലെ ഏറ്റവും പഴയ ദിനപത്രം ഏതാണ്? ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന കേരളത്തിലെ ഏറ്റവും പഴയ ദിനപത്രം ഏതാണ്? ഉത്തരം ദീപിക. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാളി വനിത ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം ബാലാമണിയമ്മയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാളി വനിത. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏതാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത്. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതായിരുന്നു? മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതായിരുന്നു? ഉത്തരം രാജ്യസമാചാരമായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ പത്രം. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതായിരുന്നു? കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതായിരുന്നു? ഉത്തരം കല്യാണ സൗഗന്ധികമായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി. ഇത് കഴിഞ്ഞ ദിവസം ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ. ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ശരിയുത്തരങ്ങൾ അയച്ചവർക്ക് അഭിനന്ദനങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.